കൺട്രി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ലക്ഷദ്വീപിനെ പറയുന്ന ഗോഡ്സ് ഓൺ ഐലൻഡ് എന്നേ പറയും. കാര്യം ദൈവം അനുഗ്രഹിച്ച ഒരു ഐലൻഡാണ്. കാര്യം ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ഷിപ്പിലാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച വർക്ക് ചെയ്ത് നാട്ടിൽ വന്ന് മെയ് 2nd വീക്കിൽ ഫാമിലി ആയിട്ട് പോകുന്നു. സാധനങ്ങളൊക്കെ കയറ്റി വിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാലാവസ്ഥ മാറി. കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ്. ഇല്ല ബോട്ടിൽ ഇങ്ങനെ തിരക്കനുസരിച്ച് ബോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. ആ സമയത്ത് ആ ദ്വീപിലുള്ള അവർ പറയുന്ന ഭാഷ പോലും നമുക്ക് മനസ്സിലാകില്ല. ശരിക്കും മണിപ്രവാളം എന്ന് പറയില്ല. സമുദ്രത്തിൽ പൊങ്ങിയ പവിഴപ്പുറ്റും അലകളാണ്. അതിൽ പാമ്പ് വസിക്കില്ല, പാമ്പ് വരികില്ല. അതുകൊണ്ട് എഴജന്തുക്കളെ പേടിക്കണ്ട, കള്ളന്മാര് വരികില്ല അവിടെ. കാര്യം എങ്ങും പോകാനൊന്നുമില്ല. സാറ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയൊരു ഇടമാണ് ലക്ഷദ്വീപ് എന്ന് സാറ് പറയുകയും ചെയ്തു. ഒരുപാട് കഥകൾ പറഞ്ഞു. അപ്പം നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷദ്വീപില് എങ്ങനെയായിരുന്നു ഒരു ജീവിതാനുഭവം എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ 2024-25 ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. 2001 തൊട്ട് 2005 വരെ 4 വർഷം. ഇപ്പോൾ നമ്മുടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ലക്ഷദ്വീപിനെ പറയുന്ന ഗോഡ്സ് ഓൺ ഐലൻഡ് എന്നേ പറയുള്ളൂ. കാര്യം ദൈവം അനുഗ്രഹിച്ച ഒരു ഐലൻഡാണ്. കാര്യം അവർ പലവിധ പ്രശ്നങ്ങൾക്കുള്ളിലാണ് ആ ലക്ഷദ്വീപ് നിൽക്കുന്നത്. ഒന്ന്, ഞാൻ ട്രാൻസ്ഫറായി ആദ്യം അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് കാലാവസ്ഥ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഗവൺമെൻറ് സർവീസിൽ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് വയർലെസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലും കാണാം. അതിൽ വർക്ക് ചെയ്യുന്ന ആലുവക്കാരനൊരു സുധാകരൻ സാർ എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഷിപ്പിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അവിടെ പോയി. താമസത്തിന് ചെറിയ ബുദ്ധിമുട്ട് വന്നു 2-3 ദിവസത്തേക്ക്. അപ്പോൾ ആ സമയത്ത് നല്ല കാലാവസ്ഥയാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ഷിപ്പിലാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച വർക്ക് ചെയ്ത് നാട്ടിൽ വന്ന് മെയ് 2nd വീക്കിൽ ഫാമിലി ആയിട്ട് പോകുന്നു. സാധനങ്ങളൊക്കെ കയറ്റി വിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാലാവസ്ഥ മാറി. കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായി. വൈഫ് മാത്രം ഒമിറ്റ് ചെയ്തില്ല. ഞാൻ, കുട്ടികൾ, അമ്മ എല്ലാവരും ഒമിറ്റ് ചെയ്തു. 2nd ക്ലാസ് ഇതിലാണ് പോയത്. ടിപ്പു സുൽത്താനിൽ തന്നെയാണ് പോയത്. ഒമിറ്റ് ചെയ്തു. പക്ഷേ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ കരയിൽ നിന്നുള്ളവർ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാര്യം നേരെ നമ്മൾ ബോട്ടിലേക്കാണ് ഇറങ്ങേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ 2 കുട്ടികൾ, ഒരു മോന് 6 വയസ്സ്, ഇത് അമ്മയ്ക്ക് 60 വയസ്സ്, വൈഫ് പരിചയമില്ല. ബോട്ടിൽ ഇങ്ങനെ തിരക്കനുസരിച്ച് ബോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. ആ സമയത്ത് ആ ദ്വീപിലുള്ള അവർ പറയുന്ന ഭാഷ പോലും നമുക്ക് മനസ്സിലാകില്ല. ശരിക്കും മണിപ്രവാളം എന്ന് പറയില്ലേ പണ്ട്. ഇപ്പോഴതൊക്കെ മെച്ചപ്പെട്ട് കാണും. ആ രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ അവർ സുരക്ഷിതമായിട്ട് ഞങ്ങളെ ബോട്ടിലേക്ക് ഇറക്കി. അവരെല്ലാം കഴിഞ്ഞ് പിന്നെ ലഗേജ് ഇറക്കാനൊക്കെ ഉള്ളൂ. പക്ഷെ സുരക്ഷിതമായിട്ട് അമ്മയെയും എല്ലാം ആ ബോട്ട് ചാടണം. ആ സമയത്ത് ഈ കപ്പലും ബോട്ടിന്റെ ഇതുകൂടി പ്ലാറ്റവും ഒരുമിച്ച് വരണം. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണാം. വരുമ്പോ നമ്മൾ അതിലേക്ക് പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അത് ചാടണം. പക്ഷെ അത് ചാടാൻ പറ്റില്ല. നമ്മൾ ഉയരെടുത്ത് ചാടുകയില്ല. അവര് പിടിച്ചത് കറക്റ്റായിട്ട് ഇറക്കി. അത് ഇറക്കിയിട്ട് എനിക്ക് ഭയങ്കര അതൊരു ഭയങ്കര ആഴമുള്ള ഒരു പ്രദേശം. പിന്നെ ഭയങ്കര ആഴമുള്ള ഒരു സ്ഥലമാണ്. കാര്യം കപ്പല് ഇപ്പൊ അവിടെ കപ്പല് ചില ദ്വീപുകളിൽ അടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ, തേങ്ങ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട. ഇപ്പോൾ എൻ്റെ പേരിൽ സ്ഥലമുണ്ടെന്ന് വെച്ചാൽ അവിടെ ഐലൻഡിലുള്ളവർക്ക് മാത്രമേ സ്ഥലം പാടുള്ളൂ. അതൊരു ഡിഫൻസ് സ്ട്രാറ്റജിക് ഏരിയയാണ്. പിന്നെ അവിടെയുള്ള ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾഡ് ട്രൈബൽ ഇതിലാണ് വരുന്നത്. അപ്പോൾ അവിടെ സ്ഥലം ഒരാളുടെ പേരിലായിരിക്കും, തെങ്ങ് വേറൊരാളുടെ പേരിലായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ബാങ്കിന് അവിടെ സ്ഥലമുണ്ട്. പക്ഷെ ആ തേങ്ങ വീഴുന്ന കണ്ട ആൾക്ക് ആ തേങ്ങ എടുക്കുക. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് അവിടെ സ്ഥലം ഉണ്ടെന്ന് വെച്ചോ, അദ്ദേഹം നമ്മളിങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോൾ ആ തെങ്ങ് വീഴുന്ന കണ്ട പോയി എടുത്താൽ വഴക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പോലീസ് കേസാകും ചിലപ്പോ. മനസ്സിലായ? അവിടെ ഭയങ്കര സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് വളരെ, ഞാനിപ്പോ ഇതുവരെ ഇത് ചെയ്ത് എൻ്റെ കുട്ടികൾ പോലും പറയും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇപ്പോൾ ഇളയമോന് അത്രയും ഓർമ്മയില്ല, മൂത്തവന് ഓർമ്മയുണ്ട്. അവന് അവിടുത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും കുറേ പേരുണ്ട്. മനസ്സിലായ? വളരെയധികം. കാര്യം കള്ളന്മാരെ പേടിക്കണ്ട, പാമ്പിനെ പേടിക്കണ്ട. കാര്യം അവിടെ ഈ സമുദ്രത്തിൽ പൊങ്ങിയ പവിഴപ്പുറ്റും അലകളാണ്. അതിൽ പാമ്പ് വസിക്കില്ല, പാമ്പ് വരികില്ല. അതുകൊണ്ട് എഴജന്തുക്കളെ പേടിക്കണ്ട, കള്ളന്മാര് വരികില്ല അവിടെ. കാര്യം എങ്ങും പോകാനൊന്നുമില്ല, ഓടിപ്പോകാനൊന്നുമില്ല. അതുപോലെ നമ്മുടെ പൃഥ്വിരാജ് സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അനാർക്കലി. അതിനകത്ത് പറയുന്നുണ്ട് ജയിലില് അവിടെ ആൾക്കാരില്ല എന്ന്. അവിടെ ജയില് വെറുതെ പണിതിട്ടിരിക്കുക. സ്റ്റേറ്റ് ഇതെന്ന് പറഞ്ഞാൽ അവിടെ കുറ്റകൃത്യം വളരെ കുറവ്. തമ്മിലുള്ള ഇതിലാണ് പോലീസ്. പിന്നെ പോയത് കൊണ്ട് ബാങ്കിലെ
ഉദ്യോഗമായിട്ട് പോയതുകൊണ്ട് നമുക്ക് പെർമിറ്റ് കിട്ടാനൊക്കെ എളുപ്പമായി. അതുപോലെ അല്ലാതെ പോകുന്നവർക്കാണെങ്കിൽ അവിടെ ആരെങ്കിലും പരിചയമുള്ളവർ വേണം. ഇല്ലെങ്കിൽ അവിടുത്തെ ലക്ഷദ്വീപ് സ്പോർട്സ് അവർ മുഖാന്തരം ടൂർ പാക്കേജ് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പിന്നെ ഞാൻ അഭിമുഖീകരിച്ച മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയനാണ്. അവിടെ കപ്പൽ വരുമ്പോൾ മാത്രമാണ് പച്ചക്കറി കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ മെയ് തൊട്ട് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള സീസൺ, ഈ മൺസൂൺ സീസൺ ഉണ്ടല്ലോ, ആ സമയത്ത് കപ്പലുകൾ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത സമയത്ത് ഒരു ഒക്ടോബർ തൊട്ട് ഏപ്രിൽ മെയ് സെക്കൻഡ് വീക്ക് വരെ ഈ കോഴിക്കോട് നിന്നും മംഗലാപുരത്ത് നിന്നും മച്ചുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വലിയ ബോട്ട്, ഫിഷിംഗ് ബോട്ട്. അതിനേക്കാളും വലിയ സാധനത്തിൽ അതിൽ ഈ പച്ചക്കറി അത് ഇതൊക്കെ വരും. ആ സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ എല്ലായിടത്തും പച്ചക്കറിയൊക്കെ കാണും. പക്ഷേ പച്ചക്കറിയൊക്കെ നമ്മൾ നേരത്തെ ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റ് കൊടുത്തിട്ട് അവരെടുത്ത് വെക്കും. കാര്യം കുറച്ചേ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവരുന്നതിന്റെ പകുതി അവിടെ ഇതാവും, വേസ്റ്റ് ആവും. അപ്പോൾ കുറേ അധികം അവിടെ പിന്നെ ഒരു കൃഷി ഫാമുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ ആ കൃഷി അന്ന് പാലൊക്കെ നമ്മൾ വാങ്ങിക്കില്ല, അന്ന് ഗുഡ് ലൈഫ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കൃഷി ഫാമിലെ എല്ലാ ചൊവ്വാഴ്ചയും അവിടെ പച്ചക്കറി കൊടുക്കും, ചീര, വെണ്ടയ്ക്ക, അവിടുത്തെ ഇത് ചെയ്തതൊക്കെ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന പല ആൾക്കാരും മലയാളീസോ അല്ലാണ്ട് ബാങ്കിൽ ജോലി ചെയ്ത ആൾക്കാരൊക്കെ, ഇപ്പോൾ റഹ്മത്തുമ്മ എന്ന് പറഞ്ഞിട്ടൊരു മേഡം ഉണ്ടായിരുന്നു, അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, തേങ്ങയൊക്കെ തന്നു. പിന്നെ ചെറിയാബി എന്ന് പറഞ്ഞിട്ട്, പിന്നെ കോയമ്മക്കോയ, കുറേ പേര് അവിടുത്തെ ദ്വീപിലെ ആൾക്കാർ നമുക്ക് തേങ്ങ അങ്ങനെ പച്ചക്കറിയൊക്കെ അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടണ കോട്ട അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മതവും അതും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കത് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ അവിടെ ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു അമ്പലമുണ്ട്, ശിവന്റെ അമ്പലം. അത് IRB ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കീഴിലാണ് അമ്പലം. ഒരു പശ്ചിമ കൈലാസം എന്നാണ് പറയുന്നത്. ശിവന്റെ അമ്പലം, ശിവനുണ്ട്, ഹനുമാനുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, പിന്നെ ഒരു ദേവിയുടെ ഇതൊക്കെ ഉണ്ട്. അവിടെ ഈ 41-ന്റെ സമയത്ത് ഭയങ്കര ആഘോഷം, മകരവിളക്കിന്. അപ്പോൾ ഇവിടത്തെ കാലം കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ പെർമിറ്റ് എടുത്ത് ജോലിക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ പരിപാടി നടത്തും. പിന്നെ അവിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്ന കുറേ മലയാളീസ് ഉണ്ട്, അവരൊക്കെ ചേരും. പിന്നെ ഓണാഘോഷം അവിടുത്തെ ഈ ഓണാഘോഷം നടക്കുന്നത് കംപ്ലീറ്റ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ആൾക്കാർ, നമ്മളെക്കാളും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്തിട്ട് അവരും ഓണസദ്യ കഴിക്കാൻ പറ്റും. അവിടുത്തെ സ്കൂളിൽ വെച്ചായിരിക്കും എല്ലാവരും ചേർന്നിട്ട് എല്ലാം ഒത്തൊരുമയുടെ ഓണമാണ് അവിടെ നടക്കുന്നത്. ചിലപ്പോൾ ഓണത്തിനൊക്കെ അവിടെ വർക്കിംഗ് ഡേ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ വേറൊരു ദിവസം ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഭയങ്കര പരസ്പര സഹകരണം ഇതാണ്. പിന്നെ അവിടെ എനിക്ക് പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഉജറാപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. കുറെ പള്ളികളുണ്ട് അവിടെ. പക്ഷെ ഉജറാപ്പള്ളി ഒരു കുന്നിന്റെ മുകളിലുള്ള സ്ഥലം. അപ്പൊ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു കുന്നിന്റെ മുകളിൽ ഉജറാപ്പള്ളി ഉണ്ട് അവിടെ പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോവും, ക്രിസ്ത്യൻസിന്റെ. ഇപ്പൊ ഞാൻ പള്ളിപ്പുറത്തായപ്പോൾ പള്ളിപ്പുറം പള്ളിയുണ്ട്, ചേർത്ത പള്ളിപ്പുറം പള്ളിയിൽ പോയായിരുന്നു. കാര്യം പള്ളി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതുകൂടാണ്ട് ചാവറയച്ചന്റെ സെമിനാരി പഠനം പള്ളിപ്പുറം പള്ളിയിലായിരുന്നു. അപ്പൊ ഞങ്ങള് പള്ളിയിൽ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പൊ പള്ളിയായിട്ട് പക്ഷെ ഇസ്ലാം മതമായിട്ട് അത്ര ഇതില്ല. അപ്പൊ ഈ ഗുജറാപ്പള്ളി പോയി അങ്ങനെ പതുക്കെ. അപ്പൊ സൈക്കിളിൽ ഞായറാഴ്ച ഞാനും മക്കളും സൈക്കിളൊക്കെ ഇറങ്ങും. ഞങ്ങളുടെ ഒരു സൈക്കിളുണ്ട്, പിന്നെ അടുത്ത വീട്ടിലെ സൈക്കിൾ, മൂത്തവനും സൈക്കിൾ പഠിപ്പിച്ച് ഞങ്ങൾ 3 പേരും കൂടി കറങ്ങും. സൈക്കിളിൽ പോയിട്ട് ഈ ഗുജറാപ്പള്ളിയിൽ പോകും. ഗുജറാപ്പള്ളിയിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കാം, അവിടെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇരിക്കാം. പിന്നെ അവിടെ ദർഗ പോലെ ഈ അവരുടെ വിശുദ്ധരായവരുടെ മറ്റേ ഖബറുണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര നമ്മളൊരു അമ്പലത്തിൽ പോയിരിക്കുന്ന പോലെയൊക്കെ എനർജി. അന്ന് ഈ എനർജിയെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമുക്കവിടെ ഭയങ്കര പോസിറ്റീവ് ഫീലൊക്കെ വരും. പോസിറ്റീവ് ഫീല് വന്ന് പിന്നെ അവിടെ വെച്ചാണ് എനിക്ക് എവിടെന്നോ ഒരു നമ്മുടെ ഗായത്രി ജപം പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞൊരു മന്ത്രം കിട്ടണം. അവർ ചൊല്ലുന്നൊരു ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെങ്ങനെ കിട്ടിയ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നൊരു കാര്യമാണ്, ഒരു എനർജി കിട്ടുന്ന കാര്യമാണ്. ഈ ദൈവത്തിന് ജാതിയും മതവും ഇല്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. നമ്മുടെ ശരീരത്തിനാണുള്ളത്, ആത്മാവിന് പോലും ഇല്ല, ശരീരത്തിനാണ് ജാതിയും മതം. വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ പോകാനൊരു കാരണമുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ വളരെയധികം നല്ല ആൾക്കാർ, ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രശ്നമായപ്പോൾ, മിനിക്കോയായിട്ട് പ്രശ്നമായപ്പോൾ അവിടെ കസേരയിട്ടിരുന്നപ്പോഴാണ് അന്താരാഷ്ട്ര പ്രസിദ്ധമായത് ലക്ഷദ്വീപ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി കാണേണ്ട സ്ഥലമാണ് ലക്ഷദ്വീപ്. ഞാൻ അവിടുത്തെ വർക്ക് ചെയ്ത കവരത്തി ഐലൻഡിൽ മാത്രമാണ്. പക്ഷേ അതിൽ പറയേണ്ട ഒരു അനുഭവമുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത ആലപ്പുഴ ബ്രാഞ്ചിലാണ്. അപ്പോൾ ആലപ്പുഴ ബ്രാഞ്ചിൽ 93-ൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹം MBBS പഠിക്കുന്ന അവിടെ ആലപ്പുഴയിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം ലക്ഷദ്വീപിലെ അഡ്രസ്സാണ്, കവരത്തിയല്ല ആന്ധ്രോത്ത് ദ്വീപിലെ അഡ്രസ്സിലാണ്. അപ്പോൾ ആ ലക്ഷദ്വീപിനെ കുറിച്ച് ആദ്യം അറിയുന്നത് ഞാനൊക്കെ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിൽ
ഒരു വിവാഹത്തെക്കുറിച്ചുണ്ടായിരുന്നു. അത് മിനിക്കോയ് ഐലൻഡിലെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മളൊക്കെ ഈ കല്യാണം കഴിച്ച് പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്കല്ല വരുന്നത്, അവിടെ ആണിനെ കല്യാണം കഴിച്ച് പെണ്ണിൻ്റെ അവിടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പം ഇദ്ദേഹമായിട്ട് നല്ല ഇതായി. അപ്പോൾ അവിടെ നിന്ന് അന്ന് ഈ മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ടെലിഫോണിക് ട്രാൻസ്ഫർ. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പണം ഇവിടെ പഠിക്കാനുള്ള ആവശ്യത്തിന്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാനും ചെറുപ്പം, അദ്ദേഹം വളരെ എന്നെക്കാളും ചെറുപ്പമാണ്. അപ്പോൾ പരിചയപ്പെട്ട് ഇങ്ങനെ ചെയ്ത കൗതുകമാണ് അദ്ദേഹത്തെ ഇത് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തിനോട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്യും ഈ ഇത് വന്നിട്ട്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ ഞാൻ പറയും എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിഡ്രോവൽ സ്ലിപ്പ് എടുത്ത് കാശൊക്കെ കൊടുത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയി. പക്ഷേ അന്നൊന്നും മൊബൈലൊന്നും ഇല്ല. ഈ കോഴ്സ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ 97 അവിടെ നിന്ന് ട്രാൻസ്ഫറായി വേറെ ഇടത്തേക്ക് വന്നു, ആലപ്പുഴയിൽ നിന്ന്. പിന്നെ ഈ ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരാഴ്ചയല്ല, 1 മാസം 2 മാസം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ വലത് കൈയിന് ഒരു ചെറിയ നീര്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു അപ്പുക്കുട്ടി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ. അദ്ദേഹം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ജയചേച്ചി. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മുകളിലൊരു ഡോക്ടറുണ്ട്, ദീപകാരൻ ഡോക്ടറാണ്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഇതൊന്നുമില്ല, ക്ലിനിക്കൊന്നുമില്ല. ആ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയെ വിളിച്ച് ഇവരുടെ ക്വാർട്ടേഴ്സാണ് മുകളിലും താഴെയായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹത്തെ കണ്ടിട്ട് നല്ല പരിചയം. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് സാറിനെ കണ്ടിട്ട് നല്ല പരിചയം, അതെ എന്താ പേര്? അദ്ദേഹമാണ് ഡോക്ടർ ഇബ്രാഹിം, ഈ ആലപ്പുഴ ഇത് ചെയ്ത്. അദ്ദേഹം ആന്ധ്രോത്തുകാരനാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക്, കാര്യം നമ്മളൊരു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം വളരെ കെയർ ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ജോലിക്ക് പോയി കുഴപ്പമില്ല ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്ത്. ചെറിയ പൊട്ടലായിരുന്നു, അവിടുത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇതൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ അദ്ദേഹം ഭയങ്കര സ്നേഹത്തോടെ അവിടെ നിന്ന് വരുന്നവരെ ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ആയുർവേദ ഡോക്ടർ ഉണ്ടായി, ബീഹാറിൽ നിന്നുള്ളൊരു ആയുർവേദ ഡോക്ടറായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ ആയുർവേദം നമുക്കിവിടെ ഇപ്പൊ ആയുർവേദമൊക്കെ ചതുർത്ഥിയല്ലേ, അദ്ദേഹം ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് ആയുർവേദ ഡോക്ടർ. ആയുർവേദ ക്ലിനിക്കും ഈ അലോപ്പതി അവിടുത്തെ ഇതുണ്ട്, ഹെൽത്ത് സെന്റർ. അപ്പൊ അവിടെ നിന്ന് സീരിയസ് ആയ ആൾക്കാരെ ഹെലികോപ്റ്ററിൽ നാട്ടിക്കൊണ്ടുവരും. നമുക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെലവിൽ നാട്ടിക്കൊണ്ടുവരും നമ്മുടെ കൂടെ. അതൊക്കെ ഈ മറ്റേ സിനിമയിൽ കാണിക്കുന്നുണ്ട്, ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഗവൺമെന്റ് ചെലവിൽ കൊണ്ടുവരും.